ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ നേരാൻ വേണ്ടിയിട്ടാണ് പലരും വേളാങ്കണ്ണിയിലേക്ക് വരുന്നത്. ഇത്തവണ ഞങ്ങൾ പണ്ട് നേർന്നൊരു നേർച്ചയുണ്ടായിരുന്നു. അതായത് താഴും താക്കോലും കൊടുക്കൽ. പള്ളിയിൽ നമുക്ക് മെയിനായിട്ടുള്ള പള്ളിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് താഴുകൾ പൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും പറ്റും അതെന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് 2 വർഷത്തിൽ കൂടുതൽ എന്തായാലും ആയി കാണും. ആ ഒരു സമയത്ത് ഇവിടെ ഒരു താഴ് പൂട്ടിയിട്ട് പോയിട്ടില്ല. അപ്പോൾ ആ താക്കോൽ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താക്കോലൊക്കെ ആയിട്ട് നമ്മൾ ഇത്തവണ വന്ന് ഓരോ താഴും ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ തുറക്കൂലേ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഓരോ താഴും ഇങ്ങനെ എല്ലാം ഇത് നമ്മൾ വീട്ടിൽ നോക്കി തുറന്ന് കിട്ടുന്നതാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും ആ ഒരു പ്രതീക്ഷയിൽ താക്കോലൊക്കെ ആയിട്ട് വന്ന് എല്ലാ താഴും ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ആരുടെ ഒരു താക്കോൽ ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു നേർച്ചയാണ് ഇവിടെ വേളാങ്കണ്ണിയിൽ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും നമ്മുടെ പല ആവശ്യങ്ങളും ഇതായിട്ട് കൂടുതലും വീട് വയ്ക്കാനും വീട് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ താഴെ താക്കോല് വാങ്ങിച്ചിട്ട് ഇവിടെ കൂട്ടിയിട്ടിട്ട് നമ്മളത് താക്കോലായിട്ട് പോകും. നമുക്ക് വീടൊക്കെ നമുക്ക് ശരിയായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ താക്കോലായിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളിതിൽ ഓരോ ഇതും തുറന്ന് നോക്കിയിട്ട് ഇത് തുറക്കണം. അപ്പോൾ നമുക്ക് താഴെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പം നമ്മൾ തുറന്നതാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ എല്ലാം ഇങ്ങനെ കീട്ടിട്ട് നോക്കി കഴിയുമ്പോഴാണിത് ഇങ്ങനെ ശരിയായത്. താക്കോലായിട്ട് വീട്ടിൽ ഇതുപോലെ ഒരുപാട് പേര് പ്രാർത്ഥിച്ച് പൂട്ടിയിട്ടിട്ട് പോയേക്കുന്ന താഴുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ താക്കോലുമായിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇത് തുറന്ന് ഈ താഴ് ഓപ്പൺ ചെയ്ത് ഈ താഴും താക്കോലുമായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതുപോലെ ഒരുപാട് നേർച്ചകൾ ഇവിടെ വേളാങ്കണ്ണിയിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തലമുട്ടടിക്കുന്ന നേർച്ചയുണ്ട്, കല്യാണം നടക്കാത്ത ആളുകൾ താലി കൊടുക്കുന്ന നേർച്ചയുണ്ട്, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർ തൊട്ടിൽ കെട്ടുന്ന നേർച്ചയുണ്ട്. അങ്ങനെ ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ പേര് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇത് എന്താവശ്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്.